ഹായ് നമസ്കാരം. ഞാനിപ്പോൾ ഉള്ള ബേറിൻ്റെ തലസ്ഥാനമായ മനാമയിലാണുള്ളത്. മനാമല ബസ് സ്റ്റാൻഡാണ് ഇപ്പോൾ ഈ കാണുന്നത്. അതായത് ബേറിലെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. ബേർ എന്ന് പറഞ്ഞ ഒരു രാജ്യം നമ്മുടെ ഒരു ജില്ലയുടെ അത്ര പോലും വലിപ്പമില്ലാത്തൊരു രാജ്യമാണ്. ഒരു ദിവസം മതി നമുക്ക് ഈ രാജ്യം മൊത്തം ചുറ്റിക്കാണാൻ. അപ്പോൾ ഒരു ബസ് യാത്രയുടെ വീഡിയോ ആണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ബേറിൻ്റെ മാപ്പാണ്ടേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ബസ്സിൻ്റെ റൂട്ടും ആ പോണ വണ്ടികളുടെ നമ്പറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ നോക്കിയിട്ട് വണ്ടി സെലക്ട് ചെയ്ത് കയറാവുന്നതാണ്. 3 ദിനാറിൻ്റെ ഒരു ടിക്കറ്റ് എടുത്താൽ നമുക്ക് ഒരാഴ്ചയിൽ എത്ര ട്രിപ്പ് വേണമെങ്കിലും യാത്ര ചെയ്യാവുന്നതാണ് കേട്ടോ. അതിൻ്റെ ഒരു പ്ലാനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ 12 ദിനാറിന് 1 മാസത്തെ ഒരു പാക്കേജും കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് एक दिन का सिक्का नहीं है? 2 रुपये नहीं, छोटा नहीं. നാട്ടിലത്തെ പോലത്തെ ഒരുപാട് ജോലിക്കാരൊന്നും വണ്ടിയിലില്ല കേട്ടോ. കണ്ടക്ടറും ക്ലീനറൊന്നും ഇല്ല. ഡ്രൈവർ ഒറ്റയ്ക്കാണ്. പൈസ മേടിക്കുന്നതും കൊടുക്കുന്നതും ആളുകളെ കയറ്റി ഇറക്കുന്നതൊക്കെ ഒറ്റയ്ക്ക് തന്നെയാണ്. ഓരോ സ്റ്റോപ്പിലും വണ്ടി നിർത്തിയതിന് ശേഷം ആൾക്കാരെ കയറ്റി പൈസ മേടിച്ചതിന് ശേഷമാണ് വണ്ടി എടുത്ത് പോകുന്നത്. ബസ് ചാർജ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കൂട്ടാറുണ്ട്. പുതുക്കിയ നിരക്കാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ പിന്നെ ഒരു ട്രിപ്പിന് ഒരു ടിക്കറ്റാണ്, അതായത് 275 വെൽസ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അതൊരു സ്റ്റോപ്പിൽ കയറി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയാലും ബസ്സിൻ്റെ അവസാന സ്റ്റോപ്പിൽ ഇറങ്ങിയാലും ഒറ്റ നിരക്കാണ് ഇവിടെ ഈടാക്കുന്നത്. ഇതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത് ഒരു ദിവസത്തെ 700 വെൽസ്. 700 വെൽസിൻ്റെ ഒരു ടിക്കറ്റ് എടുത്താൽ ഒരു ദിവസം മുഴുവനും അൺലിമിറ്റഡ് ആയിട്ട് എവിടെ വേണമെങ്കിൽ യാത്ര ചെയ്യാം. ഉച്ച സമയമായതുകൊണ്ട് യാത്രക്കാരെണ്ണം വളരെ കുറവാണ്. അല്ലെങ്കിൽ ബസ് ഉപയോഗിക്കുന്ന ആൾക്കാരെണ്ണം ഇവിടെ വളരെ കുറവാണ്. കാലത്തും വൈകിട്ടും ചെറിയൊരു തിരക്ക് അനുഭവപ്പെടാറുണ്ട്. ഇവിടുത്തെ നാട്ടുകാർ അറബികളൊന്നും വളരെ അപൂർവമായിട്ട് ഞാൻ ഈ ബസ്സിൽ കണ്ടിട്ടുള്ളൂ. കൂടുതൽ ആൾക്കാരും പ്രൈവറ്റ് വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മളെ ബസ് മനാമ സ്റ്റാൻഡ് വിട്ട് പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ റോട്ടിൽ ചെറിയൊരു ട്രാഫിക് ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതായത് സ്കൂൾ ടൈം ആയിട്ടുണ്ട്. സ്കൂൾ ഇവിടെ ഉച്ചക്ക് 1:30 വരെയാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും സ്വന്തമായിട്ട് വണ്ടിയുള്ളതിൻ്റെ പേരിൽ സ്കൂൾ ഇട്ടിട്ട് കുട്ടികളാരും വണ്ടിയിൽ കയറാൻ വരില്ല. ഇവിടുത്തെ ഒരു ബസ് വെയിറ്റിംഗ് ഷെഡാണ് ഈ കാണുന്നത്. നാട്ടിലത്തെ പല രാഷ്ട്രീയ പാർട്ടിക്കാരോ ക്ലബ്ബുകാരൊന്നും വെയിറ്റിംഗ് ഷെഡ് പണി തരില്ല. ഇത് ബസ്സിൻ്റെ നടത്തിപ്പുകാരാണ്, അവർ തന്നെ എല്ലാ ബസ് സ്റ്റോപ്പിലും വെയിറ്റിംഗ് ഷെഡ് പണിത് കൊടുക്കണം. നമ്മുടെ വണ്ടി അങ്ങനെ മനാമ ഹൈവേയിൽ കയറിയിരിക്കണം. ബേറിൻ്റെ ബുർജ് ഖലീഫാണ് ഈ കാണുന്നത്. ബേറിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ്. 260 മീറ്റർ ഉണ്ട് അതിൻ്റെ ഉയരം. ഇതാണ് ബേറിൻ ഫിനാൻഷ്യൽ ഹാർബർ ടവർ. 53 നിലകളുണ്ട് ഇതിന്. ഈ ഏരിയ ഒക്കെ കുറേ നാൾ മുന്നേ, ഒരു 10-20 വർഷം മുന്നേ ഈ ഏരിയ കടലായിരുന്നില്ല. ഇത്
ഇത് മറ്റൊരു ബിൽഡിങ്, ബഹറിലെ രണ്ടാമത്തെ ഉയരം കൂടിയ ബിൽഡിങ്. 50 നിലകളുണ്ട് ഇതിൽ. ഇതിനൊരു 240 മീറ്ററാണ് അതിൻ്റെ ഉയരം. ഗൾഫിലെ റോഡുകളും പാലങ്ങളും ഓവർ ബ്രിഡ്ജുകളും അതിപ്പോൾ എല്ലായിടത്തും പോലെ തന്നെ ഇവിടെയും ഒന്നും പറയാനില്ല, അടിപൊളി. ഗൾഫിലെ പിന്നെ വീടുകളൊക്കെ ഏകദേശം ഒരേ ഡിസൈൻ ആയിരിക്കുള്ളൂ, അതെല്ലാവർക്കും അറിയണല്ലേ. കണ്ട എല്ലാ വീടിൻ്റെയും. എനിക്ക് തോന്നിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വീടുകൾക്കൊന്നും സൺഷെയ്ഡ് ഇല്ല, എന്താ സ്ട്രെയിറ്റ് ആണ്. എല്ലാ വീടുകളും നോക്കിയാൽ ഒരേ ഡിസൈനാണ് എല്ലാ വീടുകളും. ഏകദേശം കളറൊക്കെ ഏകദേശം ഒരേ കളറുകളൊക്കെ തന്നെയാണ്. സൺസൈഡ് ഇല്ലാത്തതിൻ്റെ ദോഷം എന്താണെന്ന് ഇപ്പം കഴിഞ്ഞ ആഴ്ച എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. എന്നാൽ കഴിഞ്ഞ ആഴ്ചക്ക് ഇവിടെ നല്ല മഴയായിരുന്നു. അപ്പോൾ വെള്ളം നേരെ അടിച്ച് വിൻഡോ വഴി അകത്ത് കയറിയിരുന്നാണ്. ഇവിടെ അങ്ങനെ മഴ ഉണ്ടാവാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാനായിട്ടൊരു സംവിധാനം ഇവിടുത്തെ വീടുകൾക്കൊന്നും ചെയ്തിട്ടില്ല. അതാണ് സൺഷെയ്ഡ് ഇല്ലാത്തതിൻ്റെ ദോഷം ഇപ്പോൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെ വണ്ടി മൊഹർക്ക് സൂക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മനാമ കഴിഞ്ഞാൽ ഏറ്റവും പ്രശസ്തമായൊരു പട്ടണമാണ് മൊഹറക്ക്. അതൊരു പുരാവസ്തു സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്ന ഒരു ബിൽഡിങ്ങാണ് ഈ കാണുന്നത്. അതിൻ്റെ മതിലിൽ കുറേ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. നാട്ടിലെ ചായക്കട പ്രായ ആൾക്കാർ സന്ധ്യാസമയങ്ങൾ ഒത്തുകൂടുന്നൊരു സ്ഥലമാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളെ ബസ് മൊഹറക്ക് സൂക്കിലേക്ക് വഴി മൊഹറക്ക് ബസ് സ്റ്റാൻഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. മനാമ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡാണ് മൊഹറക്ക് ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡിൻ്റെ വലിപ്പം മാത്രമേ ഉള്ളൂ, വണ്ടികളൊന്നും ഇവിടെ ഉണ്ടാവാറില്ല. ബസ് സ്റ്റാൻഡ് കണ്ട കാലിയായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.